കേരളത്തിൽ ഉടനീളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇതെന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം, ഇതിൻ്റെ പിന്നിൽ മാജിക്കിൽ ഉപയോഗിക്കുന്ന കൊച്ചു ട്രിക്സ്, കൊച്ചു സൂത്രപ്പണികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വലിയൊരു തട്ടിപ്പ് നമ്മുടെ കേരളത്തിലുടനീളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ഇത് അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് മാജിക് അക്കാദമി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം പത്രസമ്മേളനം വിളിച്ച് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിന് പേരിട്ടിരിക്കുന്നത് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. മിഡ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചെറിയ 1-2 മാജിക്കുകൾ കാണിച്ചുകൊണ്ട് തുടങ്ങാം, രസകരമായിട്ട് തുടങ്ങാം. അതിനുശേഷം അതിൻ്റെ ഒരു സീക്രസി റിവീൽ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം 1-2 ചെറിയ മാജിക്കുകൾ കാണിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഈ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മുടെ കേരളത്തിലുടനീളം ഇപ്പോൾ നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന ഇതിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അവരുടെ മിഡ് ബ്രെയിൻ മിഡ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവരുടെ കണ്ണില്ലാതെ കാണാനും, ചെവിയില്ലാതെ കേൾക്കാനും, നാവില്ലാതെ രുചിക്കാനും, സ്കിന്നില്ലാതെ തന്നെ സ്പർശനം അറിയുവാനും ഒക്കെയുള്ള കഴിവുണ്ടാകുമെന്നും ബ്രെയിനിൻ്റെ ഒരു പ്രോസസ്സാണ് ഇത് എന്നും ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു സാധനം മാജിക്കിൻ്റെ ഒരു എക്യുപ്മെൻ്റാണ്. ഇത് ഒരു ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. കട്ടിയുള്ള തുണി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, ഒരു കറുത്ത തുണി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ഇത് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ കെട്ടിക്കഴിഞ്ഞാൽ കണ്ണിലൂടെ നമുക്ക് കാണാൻ സാധിക്കില്ല, ബ്ലാക്ക് ആയിരിക്കും, ഡാർക്ക് ആയിരിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് ഉപയോഗിക്കുന്ന ഒരു കാർഡുണ്ട് അവരുടെ കയ്യിൽ, യൂനോ കാർഡ് എന്നാണ് ആ കാർഡിൻ്റെ പേര്. അപ്പോൾ ഞാൻ യൂനോ കാർഡ് എൻ്റെ കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ സാധാരണ പ്ലെയിൻ കാർഡാണ് ഉപയോഗിക്കുന്നത്. ഒരാളൊന്ന് വന്നാലേ ഒന്ന് കാണിച്ചു തരാമായിരുന്നു. വാ, ആദ്യം നമ്മൾ നോക്കേണ്ടതേ ഇതിനുള്ളിലൂടെ കാണാൻ പറ്റുമെന്ന് നോക്കണം. ഇല്ലല്ലോ, ഡാർക്കല്ലേ കംപ്ലീറ്റ്. ഇനി ഈ കാർഡ്സ് നന്നായി ഷഫിൾ ചെയ്തതിന് ശേഷം ഇതിനകത്ത് പറയുന്നത് എന്താ പറയുന്നത്, അതിൻ്റെ പേര് സ്ട്രോക്കിലൂടെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്കിന്നിൽ സ്ട്രോക്ക് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് സ്ട്രോക്ക്, രണ്ടാമത് സ്മെല്ല് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു, മൂന്നാമത് ചെവിയുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് കുട്ടികളുടെ കയ്യിലുണ്ട്. ആ കുട്ടികളുടെ കയ്യിൽ ആദ്യം ഈ കണ്ണ് ഇങ്ങനെ ഇതുകൊണ്ട് കെട്ടും. അപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലൈൻഡാണ്, കുട്ടികൾ ബ്ലൈൻഡാണ്. ഇനി ഏതെങ്കിലും ഒരു കാർഡ് എടുത്ത് എനിക്ക് തരും, കാർഡ് ഷഫിൾ ചെയ്തിട്ട് കാർഡ് തരും. തന്നല്ലോ അല്ലേ? തന്നു കഴിഞ്ഞ ശേഷം ഈ കാർഡിനെ ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നു. ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്കിലൂടെ എനിക്കത് കിട്ടി. ഇതിപ്പോൾ ഏതാണ്ട് റെഡ് ക്യൂനാണ്. കറക്റ്റ് ആണല്ലോ അല്ലേ? ഇനി അടുത്ത വേറൊരു കാർഡ് എനിക്ക് തരാം. സ്ട്രോക്കിലൂടെ കറക്റ്റ് കിട്ടിയില്ലാണ്ടെങ്കിൽ സ്മെല്ല് ചെയ്യാം നമുക്ക്. കണ്ണിൻ്റെ മുകളിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ സാധിക്കില്ല, യാതൊരു സ്കോപ്പും ഇല്ല. നമ്മൾ സാധാരണ കർച്ചീഫ്, ഈ കർച്ചീഫ് ഇങ്ങനെ മടക്കി കഴിഞ്ഞതിന് ശേഷം ഇതും ഇതിലൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മൈദ എടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ വെച്ചു. അതിന് ശേഷം കെട്ടണം. കെട്ടിക്കോളൂ, ടൈറ്റ് ചെയ്ത് കെട്ടിക്കോളൂ, നല്ല ടൈറ്റായിട്ട് കെട്ടിക്കോളൂ. ഓക്കെ, ഇനി ചോക്ക് ഉണ്ടാവും അവിടെ. ചോക്ക് ആരെങ്കിലും ഒരാളൊന്ന് വരാമോ? ഒന്ന് ഞാൻ എന്താ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ആളല്ലാന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ആൾ വന്നാൽ പ്ലീസ്. ചോക്കുണ്ടാവും ഇവിടെ. എന്നിട്ട് ഇവിടെയുള്ള ബോർഡിൽ ഏതെങ്കിലും ഒരു 3 അക്ക സംഖ്യ എഴുതണം. 3 അക്ക സംഖ്യ. 3 അക്ക സംഖ്യയാണ് എഴുതിയത്. കണ്ണ് മൂടി കെട്ടിക്കൊണ്ട് അതേ സംഖ്യ തന്നെ താഴേക്ക് എഴുതുക. ഇനി അത് വേറെ ഒരു
എഴുതി കഴിയുന്നതിന് മുമ്പ് നമുക്ക് എഴുതാം. ആക്ച്വലി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ഡീറ്റെയിൽ മാജിക് ഷോ നടത്തുന്ന പോലെയല്ല നടത്തുന്നത്. അയച്ചോളൂ. കണ്ടോ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് പാച്ച് ആണ്, ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ലത്, സീ ത്രൂ അല്ല. സോ ഇത് മാജിക്കിന്റെ രണ്ടാമത്തെ ഒരു തലം. ഇനി മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ് കൊടുക്കും. ഞാനും ഓഡിയൻസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സോ എൻ്റെ കണ്ണ് ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ മൂടി കെട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ കാർഡിനകത്ത് ഏതെങ്കിലും ഒരു കാർഡ് ആർക്കെങ്കിലും ഒരാൾക്ക് എടുക്കാം. ഇതിനകത്ത് എല്ലാ കാർഡുകളും ഉള്ള ഒരു സംഭവമാണ്. ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയുക. നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയുക. ആരാണ് പറയും? ആര് പറയും? അവിടെ ആരെങ്കിലും പറയുമോ? ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറഞ്ഞാൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാനിതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയുക. ആർക്ക് വേണമെങ്കിലും പറയാം. ആരാ പറയാം? ഒന്ന് കൈ വയ്ക്കേ. ആരെങ്കിലും ഒരാൾ അവരെ നോക്കിയിട്ട് ഞാനിത് ഫ്ലിപ്പ് ചെയ്യാം. ഒരാൾ ഒന്ന് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇവിടെയാണോ? ഈ കാർഡ് എടുത്തോളൂ. ഇനി വരും. ഇവിടെ വരും. ഇപ്പോൾ ആ കാർഡ് എടുത്തല്ലോ അല്ലേ? കാർഡ് എന്നെ കാണിക്കേണ്ട, അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മതി. കാർഡ് എന്നെ കാണിക്കുക വേണ്ട. അങ്ങോട്ട് തിരിഞ്ഞാൽ അപ്പോൾ കാർഡ് അങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, ഞാൻ ഇങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പുറമെ എൻ്റെ ബ്ലൈൻഡ് ഫോൾഡായിട്ട് കണ്ണ് കെട്ടിയിട്ടുണ്ട്. സോ ആ കാർഡ് എന്ന് പറയുന്നത് ഏതാണെന്ന് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദാറ്റ് ഈസ് ദി ക്യൂൻ ഓഫ് ഡയമണ്ട്. പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അല്ലേ? യെസ് ഓർ നോ? യെസ്. ഓക്കെ. ഇനി അടുത്ത ഒരു മാച്ച് കൂടി കാണിച്ചതിന് ശേഷം നമ്മുടെ വിവരങ്ങളിലേക്ക് പോവാം. ഒരാളൊന്ന് വരും. ഞാനിങ്ങനെ വിളിക്കുന്നത് എന്താ അറിയോ? ഞാനും നിങ്ങൾ ഇവരും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഒന്ന് വരും മോളെ. മൂന്ന് ബുക്കുണ്ട്. ഒന്ന് തകഴിയുടെ സർഗപഥങ്ങൾ, രണ്ട് പി കെ ആർ വാര്യരുടെ അനുഭാവങ്ങൾ, മൂന്നാമത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഫോർജിയർ ഫ്യൂച്ചർ അല്ലേ? 3 പുസ്തകങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ടച്ച് ചെയ്യാം. എനി ബുക്ക് ടച്ച് ചെയ്തു. ഓക്കെ. ഇനി 2 ബുക്കുണ്ട്. ആ 2 ബുക്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തരും. ഓക്കെ. ഇനി മൂന്നാമത്തെ ബുക്ക് ഇത് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ഈ ബുക്ക് ഞാൻ എടുത്തു. ഈ ബുക്കിന് എത്ര ഷീറ്റ് ഉണ്ട്, പേജ് ഉണ്ടെന്ന് നോക്കൂ. മൊത്തം പേജ് ഇവിടെ ഇത് ഈ പേജ് നമ്പർ 278. 278 എല്ലാ പേജും വ്യത്യസ്തമാണ് അല്ലേ? അക്ഷരങ്ങളൊക്കെ വ്യത്യസ്തമാണ് അല്ലേ? ഓക്കെ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയണം കേട്ടോ. ഞാനൊരു കാർഡ്. ഓക്കെ. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യും, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയണം. ഓക്കെ. ഇവിടെ ഞാൻ ഈ കാർഡ് ഇൻസേർട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേജിലെ ഫസ്റ്റ് ലൈൻ എന്താണെന്നുള്ളത് വായിക്കണം. ഫസ്റ്റ് ലൈൻ എന്താണെന്ന് വായിക്കണം. പേജ് നമ്പർ ഏതാണെന്ന് നോക്കണം. ഉറച്ചു വായിക്കുന്നത് മനസ്സിൽ മാത്രം വായിച്ചാൽ മതി. മനസ്സിൽ മാത്രം വായിക്കുക, എന്നെ കാണിക്കേണ്ട. പേജ് നമ്പർ എത്രയാണെന്ന് നോക്കുക. ഫസ്റ്റ് ലൈൻ വായിച്ചു വയ്ക്കുക. വായിച്ചല്ലോ അല്ലേ? ഓക്കെ. ഇനി ബുക്ക് കയ്യിൽ വെച്ചു. ഞാൻ ആ പേജ് നമ്പർ മനസ്സിൽ നിന്ന് നോക്കി എടുക്കാൻ പോവുകയാണ്. 190നും 200നും ഇടയ്ക്കുള്ളൊരു നമ്പറാണ് പേജ് നമ്പർ. റൈറ്റ്. 195നും 200നും ഇടയ്ക്കുള്ളൊരു നമ്പറാണ്. ശരിയാണല്ലോ? 196ആണ് നമ്പർ അല്ലേ? ഞാൻ ഫസ്റ്റ് ലൈൻ എന്താണെന്ന് പറയാം. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അവന് ജാതിയില്ല മതമില്ല. കറക്റ്റാണല്ലോ? കറക്റ്റാണ്. ഓക്കെ. അത് നോക്കൂ, കറക്റ്റ് അല്ലേ നോക്കൂ. 196 പേജ് എടുത്തിട്ട് ഞാൻ കുറച്ചുകൂടി മാജിക്കിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിലേക്കാണ് പോകുന്നത്. 196. വാട്ട് ഹാപ്പൻഡ്? പേജ് ടേൺ അല്ലേ? 196 പേജ് നമ്പറല്ല. ആ കസേരൻ്റെ അടിയിൽ നോക്കുക. ആ കസേരൻ്റെ അടിയിൽ ഇരിക്കുന്ന ചെയറിൻ്റെ അടിയിൽ ചെയറിൻ്റെ അടിയിൽ
കിട്ടിയോ എന്തെങ്കിലും? ചെയറിൻ്റെ അടിയിൽ താഴെ ഉണ്ടോ എന്തെങ്കിലും? ചെയർന്ന് മറച്ചിട്ട് നോക്കൂ. ഉണ്ടോ? എന്താ അത്? സെൻ എൻവലപ്പ്. അതിനകത്ത് ഒരു സാധനം ഉണ്ടാവും, അതെടുത്ത് നോക്കൂ. എടുത്തോളൂ. There is a page, അല്ലേ? And you can see exactly the same. കണ്ടോ? കണ്ടല്ലോ. ഓക്കെ. ഇത് നോക്കി അറിയാം. 196 പേജ്. അവന് ജാതിയില്ല. 190. യാ, ജാതിയില്ല, മതമില്ല, സമൂഹമില്ല. ഇനി നമ്മുടെ ഇത് മാജിക് കാണിച്ചത് ഇനി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മാജിക് പെർഫോമൻസ് ഒന്നും അല്ല ഇത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുമായിട്ട് ഇടപെടാനുള്ള കാര്യം, ഈ മാജിക് പ്ലാനറ്റിൻ്റെ ഒരു ആർക്കിടെക്റ്റ്, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരു സ്ത്രീ, എൻജിനീയറിംഗിന് പഠിച്ചൊരു സ്ത്രീ, ഇദ്ദേഹം നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിക്കുന്നു. ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ വേണ്ടി, ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. 30-ാം തീയതിയാണ് ഉദ്ഘാടനം, വരാൻ പോകുന്ന 30-ാം തീയതി. കാര്യവട്ടത്താണ് പ്രസ്ഥാനം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് മിഡ് ബ്രെയിൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞപ്പോൾ, ആ ഒരു ദിവസം നമുക്കൊരു അതിൻ്റെ 2 ദിവസം മുമ്പ് നമുക്കൊരു ഫേസ്ബുക്ക് മെസ്സേജ് വന്നു. അതിനകത്ത് പറഞ്ഞതാണ്, മിഡ് ബ്രെയിൻ മോട്ടിവേഷൻ എന്ന പണം വാരിയ തട്ടിപ്പിനെ കുറിച്ച് പൊതുസമൂഹത്തോട് താങ്കൾ പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് മെസ്സേജ് വന്നു. അവർ വന്നു, അവരെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം കസ്റ്റംസിലാണ്, ഒരു കുഞ്ഞു മോളും ഉണ്ടായിരുന്നു. മോളെയും കൂട്ടിയിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയ കാര്യം ആദ്യം കേൾക്കാം നമുക്ക്. ഇതാണ് അവർ പറഞ്ഞത്. എന്താണ് മിഡ് ബ്രെയിൻ മോട്ടിവേഷനെ പറ്റിയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഇതാണ്. ഇത് ശരിക്കും ആബ ഇന്റർനാഷണൽ അക്കാഡമി മിഡ് ബ്രെയിൻ എംപവർമെന്റ് ചെയ്യുന്ന ഒരു അക്കാഡമിയാണ്. മിഡ് ബ്രെയിൻ എംപവർമെന്റ്, മിഡ് ബ്രെയിൻ മീൻസ് അതായത് നമ്മുടെ പൈനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, മെഡിസിൻ ഒന്നല്ല, ത്രൂ മ്യൂസിക്. അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും സൂപ്പർ സെൻസറി ആവും, സൂപ്പർ പവർ ഉണ്ടാവും എല്ലാ സെൻസ് ഓർഗൻസും. മീൻസ് ഒരു സ്റ്റിമുലേറ്റ് ആയിക്കഴിഞ്ഞു പുതിയതല്ല, നമ്മുടെ ഭാരതത്തിന്റെ ആർഷ ഭാരത സംസ്കാരം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ സംഭവം തന്നെയാണ്. അത് കുറച്ചുകൂടെ ഹൈടെക് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതേ. ഇങ്ങനെ പറഞ്ഞ് ഈ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പിടിയും കിട്ടാത്ത രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമ്മുടെ ബ്രെയിനിൻ്റെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനോ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനോ അതിനൊന്നും യാതൊരു പോസിബിലിറ്റി ഇന്നുവരെ സയൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇവർ പറയുന്ന ഈ മിഡ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതോട് കൂടിയിട്ട് നമ്മുടെ കണ്ണുകളില്ലാതെ തന്നെ കാര്യങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അവർ തന്നെ ഇൻട്രസ്റ്റ് എടുത്തിട്ട്, അവരൊരു കുഞ്ഞു മോളുണ്ടായിരുന്നു, ആ മോളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം. കാരണം മോളുടെ മിഡ് ബ്രെയിൻ ആക്ടിവേറ്റഡ് ആണ്, അതുകൊണ്ട് അവൾക്കിത് ചെയ്യാൻ സാധിക്കും, അവൾക്ക് ഇത്തരം കാര്യങ്ങൾ വായിക്കാൻ സാധിക്കുമെന്ന് പറയും. അതിൻ്റെ തുടർച്ചയായിട്ട് അവരുടെ ബാഗിൽ നിന്ന് അവർ തന്നെ താല്പര്യം എടുത്തിട്ട് ഒരു സാധനം എടുക്കുകയും ചെയ്തു. എടുത്തപ്പോൾ നോക്കിയ സമയത്ത് അത് മാജിക്കിന് ഉപയോഗിക്കുന്ന ബ്ലൈൻഡ് ഫോൾഡ് ഈ സാധനം ആണ് ഉപയോഗിച്ചത്. അതിൻ്റെ ഉപയോഗിക്കുന്ന ട്രിക്ക് ഞാൻ ഇപ്പോൾ പറയാം, റിവീൽ ചെയ്യാം. അതിനു മുമ്പ് അവർ പറഞ്ഞ കാര്യം, ആ കുട്ടിയെ കൊണ്ട് പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം നമുക്ക്. ഈ ഓഡിയോ എഡിറ്റഡ് ആണ്. അതിൻ്റെ ഫുൾ ഓഡിയോ ഇവിടെ കംപ്ലീറ്റ് ഇവിടെ CD ആയിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും തരാൻ ചെയ്യും. ഓക്കെ. സാർ അതിന്റെ ഏതെങ്കിലും ഒരു കാർഡ് എടുത്തിട്ട് അവർക്ക് റബ്ബി ആ കുട്ടി പറഞ്ഞു പോട്ടെ. രണ്ടാമത്തേത് പറയാൻ പറ്റിയില്ല, അപ്പോൾ പറഞ്ഞു സ്മെല്ല് ചെയ്ത് നോക്കാൻ പറഞ്ഞു. സ്മെല്ല് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്കിത് കാണാൻ പറ്റും. അതിൻ്റെ പേരിലാണ് സ്മെല്ല് ചെയ്ത് നോക്കാൻ പറയുന്നത്. അത് എങ്ങനെയെന്നുള്ള പറഞ്ഞുതരാം.
സാറിന് പറയാനില്ലേ നമുക്ക് സാറ് റബ്ബ് ചെയ്യാൻ പറ്റും. ഈ പോർഷൻ ഇതാണ് ഈ സ്കിന്നാണ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. പൊസിഷൻ മാറ്റുകയാണ് അത്. ഈ പോർഷനിൽ സ്റ്റിമുലേറ്റ് ആവുന്നില്ല, കുറച്ചുകൂടി മുകളിലേക്ക് വരണം, സ്ട്രോക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് കാണാതെ ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സ്ട്രോക്ക് കിട്ടുന്ന സ്ഥലത്തേക്ക് കാർഡ് കൊണ്ടുപോയി. പക്ഷേ ഞാൻ മാജിക് അറിയാവുന്നതിൻ്റെ പേരിൽ ഒരു കാരണവശാലും കാണാത്ത രീതിയിൽ തന്നെ കാർഡ് പിടിച്ചു. കുട്ടി പറയാൻ പറ്റില്ല, കുട്ടി ഫെയിലായിപ്പോയി. ഇവിടെ നമ്മൾ ആ കുട്ടിയുടെ എക്സ്പ്രഷൻസ് കാണണമായിരുന്നു. ഒരു അമ്മ ഒരു കുഞ്ഞിനോട് പറയുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ എക്സ്പ്രഷൻസ് കാണണമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സാക്ഷികളാണ്. ആ കുട്ടി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇതിൻ്റെ സീക്രസി എന്ന് പറയുന്നത്, ഇത് മാജിക്കിൽ ഉപയോഗിക്കുന്ന സീ ത്രൂ ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറയുന്നൊരു സാധനമാണ്. ഇത് നമുക്ക് വായിക്കാൻ കിട്ടുന്ന, മജീഷ്യൻസിന് വായിക്കാൻ കിട്ടുന്നതാണ്. ഞാൻ ഈ ആദ്യം തന്നെ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, ഞാനിതിൻ്റെ മാജിക്കിൻ്റെ സീക്രസി റിവീൽ ചെയ്യുന്നതോട് കൂടിയിട്ട് മജീഷ്യൻസ് ഒരുപാട് എനിക്കെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അത് ഞാൻ ആദ്യം പറയുകയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കുഞ്ഞുങ്ങളോടും സൊസൈറ്റിയോടും ഉള്ളതിൻ്റെ പേരിൽ മാത്രമാണ്. ആ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാനിത് പറയാൻ നിർബന്ധിക്കപ്പെടുന്നത്. 25,000 ആണ് ഒരു കുട്ടിയെ 2 ദിവസം ട്രെയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം സംഘടനകൾ 25,000 രൂപയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പൈസയുടെ പ്രശ്നമല്ല, അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഒരു ഫ്രോഡായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഒരുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് ആ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് ഒന്നുകിൽ എന്താ പറയുക, കുറ്റബോധം കൊണ്ട് ആ കുട്ടി ഡിപ്രഷനിലേക്ക് മാറും. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടി ഏറ്റവും വലിയൊരു കള്ളം പറച്ചിലിൻ്റെ ഒരാളായിട്ട് മാറും എന്നുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ പറയുന്നത്. ഇതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് 2-3 ടെക്നിക്കുണ്ട്. സാധാരണ എക്സ്റേ ഐസ് എന്ന് പറയുന്നത് ഒന്നുകിൽ വിഷൻ ഡൗൺ വിഷനാണ്, താഴത്തേക്കുള്ള വിഷനാണ് ഒന്ന്. രണ്ടാമത് സ്ട്രെയിറ്റ് വിഷൻ എന്ന് പറയുന്നതാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത്, അത് വീണ്ടും കാണിക്കാം, അതിലേക്ക് എത്തിയിട്ടില്ല അവരുടെ കയ്യിൽ. ഈ വിഷൻ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്കൂടെ സുഖമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കാർഡ് സ്ട്രോക്ക് കിട്ടാൻ വേണ്ടി റബ്ബ് ചെയ്യുന്നതും സ്മെല്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റും, ചെവിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇതെങ്ങനെ കുട്ടികൾ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കുട്ടികളെ കണ്ണ് ശരിക്കും ഡാർക്കായിട്ട് അവർ പിടിക്കും, ഡാർക്കായിട്ട് കെട്ടും. കെട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ അഴിച്ച് കെട്ടുന്ന സമയത്താണ് ഇത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നത്. ഈ സമയത്ത് കുട്ടികളോട് പറയുന്നത്, നിങ്ങളുടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞു, ഇനി നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ടല്ല കാണാൻ പോകുന്നത്, നിങ്ങളുടെ മിഡ് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ കാണുന്ന ബ്രെയിൻ വേവ്സ് ആണ്, നേരിട്ട് ബ്രെയിൻ വേവിലൂടെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ കുഞ്ഞ് വിശ്വസിക്കുന്നത്, ഈ കുട്ടിയടക്കം ഒരു പക്ഷേ വിശ്വസിച്ചിട്ടുണ്ടാവുക, ആ കുട്ടി കണ്ണുകൊണ്ടല്ല കാണുന്നത്, നേരെ മറിച്ച് മിഡ് ബ്രെയിനെ കൊണ്ടാണ് കാണുന്നുള്ളൊരു ധാരണയാണ് ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. അവിടെ ഞാൻ വരച്ച സമയത്ത് ആ കുട്ടിക്ക് വായിക്കാൻ പറ്റിയില്ല. കുട്ടി ആകെ അവിടെ വെച്ചിട്ട് ഡിപ്രസ്ഡായി. ഞാൻ പോളോണ്ട് പറഞ്ഞു, കുഴപ്പമില്ല മോളെ, അങ്കിളിൻ്റെ മുമ്പിലല്ലേ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയും ചെയ്തു. ഇനി സ്ട്രെയിറ്റ് വിഷൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് വിഷൻ ഒന്ന് കാണിച്ചു തരാം. ഞാനത് നിങ്ങൾക്ക് മീഡിയക്കാരാകുമ്പോൾ കുറച്ചും കൂടി ബോധ്യപ്പെടും. ഒന്ന് വരുമോ? ഇനി ഉള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ജസ്റ്റ് പുള്ളി സുഖമായിട്ട് കാണാൻ പറ്റില്ല അല്ലേ? എല്ലാ ക്യാമറയും നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് വിഷൻ. ഇത് മാജിക് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്കാണ് അവർ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് വിഷൻ എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫീസിനെ കുറിച്ച് ചോദിച്ചു. ആ മൂന്നാമത്തെ ഓഡിയോ കേൾക്കും. ഹസ്ബൻഡ് ബ്ലൈൻഡ്ഫോൾഡായിട്ട് കണ്ണ് കെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് വി ക്യാൻ സീ ക്ലിയർലി. സത്യം പറഞ്ഞാൽ മാജിക് അല്ല എന്ന് പറയാത്തത്തോളം നമ്മുടെ നാട്ടിൽ മുഴുവൻ പറയുന്നത് ട്രിക്സാണ്. ടു എന്റർടൈൻ ദി ഓഡിയൻസ്. ഇത് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പൈസ മേടിക്കും ഇല്ല, ഫ്രീ ആണ്. 25,000 രൂപയാണ് ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന പൈസ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ്. പോട്ടെ കണ്ടിന്യൂ ചെയ്തോളൂ, വിട്ടോളൂ. കാരണം അതിനകത്ത് ചെറിയൊരു എന്താ പറയുക, മാജിക്കിനെ ദുരുപയോഗം ചെയ്ത കാര്യം ഉണ്ടെങ്കിൽ കാരണം അല്ല
ഇറ്റ്സ് എ സ്ട്രേറ്റ് ഫോർവേഡ് പറഞ്ഞ ഞാനപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഇപ്പം വളരെ ഇത് നോക്കിക്കഴിഞ്ഞ ശേഷം ഞാൻ നെറ്റിൽ നോക്കിയിട്ട് സർ നമ്മുടെ എനിക്ക് വേറൊരു റെഫറൻസ് കൂടെ തരാനുണ്ട്. പോട്ടെ പോട്ടെ. നമ്മുടെ ഗുരു സ്ഥാനീയനായിട്ട് നമ്മൾ കാണുന്ന ഡോക്ടറാണ് ഡോക്ടർ പിള്ളെ. സാറിന്റെ യൂട്യൂബില് സാറിന്റെ കുറച്ച് ടോക്സ് ഉണ്ട്, ഇതിനെ കുറിച്ചുള്ള ടോക്സ് ഉണ്ട്. സാർ അത് പ്ലീസ് ഒന്ന് റെഫർ ചെയ്ത്. സാറ് നമ്മുടെ ഗുരുവാണ്. ഡോക്ടർ പിള്ളെ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ മതി. സാറിന്റെ ടോക്സ് അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, യുഎസിലാണ്. ഇതാണ് സംഭവം. ഇതൊരു ചെറിയ സംഭവമല്ല, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. കർണാടകയിൽ, ആന്ധ്രയിൽ എല്ലായിടത്തുണ്ട്. കേരളത്തിൽ ഇപ്പോഴാണ് തുടങ്ങിയത്. കേരളത്തിൽ ബ്രാഞ്ചസിനെ പറ്റി അവർ പറയുന്നുണ്ട്, എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഇത് എന്താ പറയുക, ഒരു ഡോക്ടർ പിള്ളை എന്ന് പറയുന്ന ഭാസ്കര പിള്ള എന്ന അദ്ദേഹത്തിൻ്റെ പേര്. തത്രേയ ബാബ എന്നുള്ള പേരിലാണ് അദ്ദേഹം, ബാബാജി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ബോസ്റ്റണിലാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ഇത് ചെയ്യുന്നത്. ഇവിടെ കേരളത്തിലൊരു കിഷോർ ലാൽ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഒരു ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത്, മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഇനി വരുന്നുണ്ട്. ഇതാണ് സംഭവം. ഇത് കേരളത്തിലുടനീളം ഇപ്പോൾ ബ്രാഞ്ചസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അന്ന് 30-ാം തീയതി ഞാൻ നോക്കട്ടെ, അതിനുശേഷം പിന്നീട് പറയാമെന്ന് പറഞ്ഞതിന് ശേഷം അവർ പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെന്നെ വീണ്ടും വിളിച്ചതിന് ശേഷം അവരെന്നോട് പറഞ്ഞു, സർ എറണാകുളത്ത് നിന്നുള്ള ഞങ്ങളൊരു സയൻറ്റിസ്റ്റ് വരുന്നുണ്ട്. ആ സയൻറ്റിസ്റ്റ് വന്നതിന് ശേഷം സാറിനോട് കൂടുതൽ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു സയൻറ്റിസ്റ്റ് വന്നു. സയൻറ്റിസ്റ്റ് എന്നുള്ള പേരിൽ പരിചയപ്പെടുത്തിയ ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. വളരെ ആത്മീയമായ രീതിയിൽ വളരെ സൈലൻ്റായിട്ട് സംസാരിക്കുന്ന ബ്രെയിൻ എന്ന് പറഞ്ഞാൽ സാർ ഇതാണെന്ന് പറഞ്ഞ് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ, ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു. കുറേ സമയം, ഏകദേശം 1 hour അദ്ദേഹം സംസാരിച്ചു. അതിൻ്റെ ചെറിയ പ്രസക്തമായിട്ടുള്ള ഭാഗം ഉണ്ട് അതിനകത്ത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു പുസ്തകത്തിൻ്റെ മേളിൽ കുട്ടികൾക്ക് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് പഠിക്കുന്നതോട് കൂടിയിട്ട് ഫ്ലിപ്പ് റീഡിങ് സാധ്യമാവുമെന്നാണ് പറയുന്നത്. ഫ്ലിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ പുസ്തകം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകത്തിനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് വായിക്കാൻ സാധിക്കും. ഫസ്റ്റ് വൺ. രണ്ടാമത്തെ കാര്യം, പുസ്തകത്തിൻ്റെ മേളിൽ കൈവച്ച് കഴിഞ്ഞാൽ 7 പേജ് വരെ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി ട്രെയിനിങ് ഓർഡർ കൊടുത്തു കഴിഞ്ഞവർ അതിൻ്റെ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമത്തിലാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, താങ്കൾക്ക് വായിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. എനിക്ക് വായിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ ഒന്ന് വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സിദ്ധി അങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതല്ല, മാജിക് ഒരു പ്രദർശന കലയാണ്, സിദ്ധി ഒരിക്കലും പ്രദർശിപ്പിക്കരുതെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അങ്ങനെ പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ മാസ്റ്റേഴ്സ് എല്ലാം അന്തരീക്ഷത്തിൽ ഉയർന്നിരിക്കും, ലെവിറ്റേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയുള്ള മാസ്റ്റേഴ്സ് ഉണ്ടോ? ഉണ്ട്. എവിടെയുണ്ട്? എൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ പേര് കിഷോർ ലാൽ. അന്തരീക്ഷത്തിൽ ഉയർന്നിരിക്കും, രാവിലെ ആയി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഉയരും, താഴും, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ലെവിറ്റേഷൻ്റെ മാജിക്കിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സാധനങ്ങളുടെ കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതായിട്ട് അറിഞ്ഞാൽ വളരെ ഈസിയല്ലേ. അപ്പോൾ ലെവിറ്റേറ്റ് ചെയ്യും, വെള്ളത്തിൻ്റെ മേളിൽ കൂടെ നടക്കും. അപ്പോൾ ഇദ്ദേഹത്തിനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ സിദ്ധി പ്രദർശിപ്പിക്കാനുള്ളതല്ല, അതാണ് അതിൻ്റെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഈ പുസ്തകത്തിൻ്റെ മേളിൽ കൈവച്ച് വായിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഈ കുഞ്ഞിനെ പിറ്റേ ദിവസം കൊണ്ടുവന്നു. അതാണ് ഏറ്റവും വലിയ അബദ്ധം. തലേ ദിവസം ഫെയിലായി, പക്ഷേ യാതൊരു പ്രശ്നവുമില്ല. പിറ്റേ ദിവസം കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു കർച്ചീഫ് കൊണ്ട് കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു വായിക്കാൻ പറ്റുന്നു. അവർ പറഞ്ഞു പ്ലാസ്റ്റർ കണ്ണിൻ്റെ മുകളിൽ ഒട്ടിച്ചാലും വായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ അവിടെ സ്റ്റോറിലുണ്ടായിരുന്ന ഈ ഒരു സാധനം കൊണ്ടുവന്നു. ആ കുട്ടിയുടെ കണ്ണ് കെട്ടി, കുട്ടിക്ക് വായിക്കാൻ സാധിച്ചില്ല. ആ പോയിന്റിൽ ഈ സാധനം എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫോണിൽ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് വൈബ്രൻ്റ് ആകുമായിരുന്നു. ആ കുട്ടി പറഞ്ഞു, അമ്മ വേണ്ട, അമ്മ എന്ന് പറഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവരത് കൊണ്ടുവന്നതിന് ശേഷം കണ്ണ് കെട്ടി, ആ കുട്ടിക്ക് വായിക്കാൻ സാധിച്ചില്ല. അതും അതിനെ പറ്റിയൊരു എക്സ്പ്ലനേഷൻ അവർ പറയുന്നില്ല. സോ അതൊന്നും പറയാം. അതിനകത്ത് വേറൊരു മാസ്ക് വെച്ചിട്ട്, ഇപ്പം നമുക്ക് സർജിക്കൽ മാസ്ക് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അതിന് മേലെ ബ്ലാക്ക് ബോർഡ് കിട്ടിയാലും ചെയ്യാൻ കഴിയും. ഈ മാസ്ക് ഇതിന്റെ പുറത്ത് വെച്ചാലും വരണമല്ലോ. മാസ്ക് നമ്മളിപ്പോ ഈ പറയുന്ന റീഡ് ചെയ്യുന്ന വസ്തുവിന്റെ പുറത്ത് മാസ്ക് വെച്ചാലും പറയാൻ പറ്റണ്ടേ? ബാരിയേഴ്സ് ഇല്ലാതെ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ക്രോസ് ചെയ്ത് അതെ
നമ്മൾ മൂടുന്നത് കണ്ണാണ്. ബ്രെയിൻ വേവ്സിന് ഇവിടെ വന്ന് കളക്ട് ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് ഓപ്പൺ, അത് ഓപ്പൺ തന്നെ, ഓപ്പൺ ആക്കാം. കണ്ണ് മൂടുന്നതിന് വരെ ഇവിടെ മൂടുന്നു. അത് ഈ കുട്ടികൾക്ക് മറ്റു കുട്ടികൾക്ക് സാധിക്കും. ഇതിന്റെ മുകളിൽ മറച്ചു വെച്ചാലും സാധിക്കും. ബ്ലൈൻഡ് ഫോൾഡ് നോക്കാൻ ഇങ്ങനെ കെട്ടണമെന്നുണ്ടോ? അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡ് ബാഗ് ഇട്ടാണ് ബാഗ് ഇട്ടാൽ നമ്മുടെ ബാഗ്. ഞാൻ വിളിക്കുകയാണ്. അവിടെ ആ കുഞ്ഞ് ഈ ഇവിടെ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. മെന്റൽ ട്രെയിനിങ് അത് കൊടുത്തരാം, പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് അല്ല കൊടുത്തരാം. പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അല്ല ഞങ്ങൾക്ക് കൊടുത്തരുന്നത്. അതായത് ഇതാക്കി വരികയെന്നുള്ളതേ ഉള്ളൂ. ഇത് ഒരു എക്സിബിറ്റ് ചെയ്യാനാണ് ജസ്റ്റ് ക്യൂരിയസിറ്റി അത്രേ ഉള്ളൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഞങ്ങൾ താല്പര്യം മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ മാജിക് ആൻഡ് ദിസ് എന്നുള്ള താല്പര്യം മെജീഷ്യൻ എന്നുള്ള രീതിയിലേക്ക് മാജിക്കും ഇത് നമ്മളുടെ വൈരുദ്ധ്യം അല്ലെങ്കിൽ അത് കഴിഞ്ഞു. അദ്ദേഹം കൈ മറയ്ക്കാനുള്ള സിദ്ധി ഉണ്ട് എന്ന് പറയുന്നു. അത് വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് വായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു ആ ലാസ്റ്റത്തെ ഒന്നുകൂടി വിട്ടേ. അല്ല, ലാസ്റ്റത്തിന് മുമ്പത്തെ ആ ഒരു ഇത് എനിക്കറിയില്ല, എനിക്ക് പറ്റില്ല. ഈ പുസ്തകത്തിന്റെ മേളിൽ ഞാൻ കൈവച്ച് കഴിഞ്ഞ പുസ്തകത്തിന്റെ 7 പേജ് എനിക്ക് വായിക്കാൻ പറ്റില്ല. You are saying you can do that. I'm not saying I can do that. You said. I am still not doing, but I won't do it. No, you can do that. You won't do that. And the വ്യത്യാസമുണ്ട്. ചെയ്യില്ല എന്നുള്ളതാണ്, അത് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. I won't do that. You can. I won't do that. No, you can. Yes, I can, but I won't do that. You can. അതാണ് അത് ഏറ്റവും വലിയ കൊണ്ട് കാണിച്ചിട്ടാണ് പറയുന്നത്. For me, only for me. അങ്ങനെ ഇപ്പൊ താങ്കൾ അത് കാണിച്ചു കഴിഞ്ഞാൽ മൂന്നാല് മാജിക് കാണിച്ചാലോ? ബിയോണ്ട് യുവർ ഇമാജിനേഷനെ മാജിക് കാണിച്ചാലോ? സൂപ്പർ മാജിക് കാണിച്ചാലോ? ഞാൻ പറയുന്നത് വിത്തൗട്ട് എനി റെഗുലേഷൻ. ഇപ്പൊ ഒറ്റ സാധനം കാണിച്ചാലോ? ഈ ബുക്കിന്റെ മേലെ കൈ വെച്ചിട്ട് 7 പേജ് താങ്കൾ വായിച്ചത് ഞാൻ അപ്പൊ യു ക്യാൻ എന്ന് പറയുമ്പോ ചെയ്തുവിടുന്നതാണോ എനിക്ക് വേണ്ടിയിട്ട്? സോ ഹീസ് എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ആൻഡ് ഇനി ഒറ്റ സാധനം കൂടി നമ്മൾ അതിനകത്ത് കേൾക്കേണ്ടതുണ്ട്. അവരുടെ ബ്രാഞ്ചസ് ഞാൻ പറഞ്ഞ ഞാനായിട്ട് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അദ്ദേഹം തന്നെ പറയട്ടെ. അതിൻ്റെ അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുക എത്ര കുട്ടികൾ അവർ ട്രെയിൻ ചെയ്യിച്ചു എന്നുള്ളതും ആ കുട്ടികൾക്ക് റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ആൻസർ ഇതാണ്: റിസൾട്ട് അല്ല, അതായത് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു, പിന്നെ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന അവരുടെ ചുമതലയാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അവരുടെ ആൻസർ. അവർക്കുള്ള ബ്രാഞ്ചസും ഇപ്പോൾ പറഞ്ഞ ബ്രാഞ്ചസ്, പറയാത്ത ബ്രാഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൂടി കേൾക്കാം. കൊച്ചിയിലിപ്പോ ഓൾട്ടുഗെദർ നോക്കി കഴിഞ്ഞാൽ കൊച്ചിയിൽ ഒരു 600ഓളം കുട്ടികൾ പാസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓൾട്ടുഗെദർ ഇപ്പൊ നമ്മള് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1000 സ്റ്റുഡൻസ് നമ്മളെടുക്കുന്ന കേരളത്തിൽ എവിടെയൊക്കെയുണ്ട് കേരളത്തിൽ ഓൾറെഡി? സൗത്ത് കേരളത്തില് ഇവിടെ മാത്രമേ. എവിടെ? തിരുവനന്തപുരം. പിന്നെ ഉള്ളത് സൗത്ത് വയനാട്, നമുക്ക് ചേർത്തല ഭാഗത്തൊക്കെയാണ്. പിന്നെ എല്ലാം എറണാകുളത്ത് നമുക്ക് നമ്മുടെ പിന്നെ മാർപ്പാവൂരുണ്ട്, ഇരിഞ്ഞാലക്കുടയുണ്ട്, ചാലക്കുടിയുണ്ട്, മലപ്പുറം സെൻറ്ററുണ്ട്, കണ്ണൂരുണ്ട്, കാഞ്ഞങ്ങാടുണ്ട്, ഗൂഡല്ലൂർ, പെരിന്തൽമണ്ണ, തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട്. ഇനിയും ബ്രാഞ്ച് തുടങ്ങാനിരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്ത ഒരു സംഭവം, ആ ബാഗ് കൂടി എടുക്കാമോ? ആ ബാഗ്
അടുത്തൊരു സംഭവം ഇതാണ്. മാജിക്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പ് ബ്ലൈൻഡ് ഫോൾഡ് ആക്ടിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇത് വളരെ തിക്കായിട്ടുള്ള ക്ലോത്താണ്. ഇത് കെട്ടിയിട്ടാണ് കണ്ണ് കെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത്. ഇത് ഡൗൺ വിഷനും കാണാൻ പറ്റില്ല, സ്ട്രെയിറ്റ് വിഷനും കാണാതെ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇതിപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഡൗൺ വിഷൻ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നാളെ അവർ ഉപയോഗിക്കാൻ പോകുന്ന ഇൻസ്ട്രുമെൻ്റ് ഇതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, ഇതും മാജിക്കിൻ്റെ എക്യുപ്മെൻ്റ് ആണ്. ഇത് വെച്ച് കഴിഞ്ഞാലും കണ്ണ് ഇങ്ങനെ തലയിലിട്ട് മൂടിക്കഴിഞ്ഞാൽ നമുക്ക് വിസിബിളായിട്ട് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആർക്കെങ്കിലും ഒന്ന് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഒന്ന് വരുന്നോ, മോള് വരുന്നോ? ഫുൾ ഡാർക്ക് അല്ലേ? ഇനി കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നില്ലേ? കാണാം അല്ലേ? കാണാലോ? കൃത്യമായിട്ട് കാണാലോ? അപ്പൊ ഇതാണ് ഇനി ലേറ്റസ്റ്റ് ഉള്ള. ഇതിന്റെ അപ്പുറത്ത് ഇതുവരെ ബ്ലൈൻഡ് ഫോൾഡിന്റെ ഒരു സാധനം കണ്ടുപിടിക്കപ്പെട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇനി ഒരു പക്ഷേ അടുത്ത് നമ്മൾ ഈ ഡൗൺ ആണ് എന്ന് പറഞ്ഞാൽ നാളെ അവർ കാണിക്കാൻ പോകുന്ന ഒരു സംഗതി ഇതായിരിക്കും. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് 100% മാജിക് അല്ലാതെ യാതൊരു ബ്രെയിൻ സ്റ്റിമുലേഷനോ ബ്രെയിൻ മോട്ടിവേഷനോ ഒരു സംഭവം നടക്കുന്നില്ല. ആ എങ്ങനെ ആയിക്കോട്ടെ. ആ ശരി ശരി. ഓ എന്താ നോക്കാൻ വേണ്ടിയിട്ടാണോ? ആ നോക്കി. മെല്ലെ റബ് ചെയ്ത മെല്ലെ റബ് ചെയ്ത. തമ്പിലോ? മൂക്കിലൊരയ്ക്കണം. വെച്ചു കൊടുത്താൽ മതി. അല്ല കാർഡിൻ്റെ ഉള്ളിലത്തെ കളർ പറയാം മോനെ. അല്ല അത് പറ്റില്ല. നമ്മൾ പറഞ്ഞ പ്രശ്നം ഇത് തന്നെയാണ്. ഈ സ്കൂൾ നടത്തുന്ന ആളാണോ? നന്നായി. ഇതിൽ കാര്യമായി വിശ്വസിക്കുന്ന ഒരു പാരന്റ് കൂടെ ഉണ്ടല്ലോ. നന്നായി. താങ്ക് യു വെരി മച്ച്. വളരെ നന്നായി. വളരെ നന്നായി. അദ്ദേഹം ക്ലാസ് നടത്തുന്ന ആളാണെന്നുള്ള ഉറപ്പ്. ആ റൈറ്റ്, അത് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, ഇത് വളരെ നന്നായി. എല്ലാവർക്കും വ്യക്തമായല്ലോ. താങ്ക്സ്. കറക്റ്റ്, മനസ്സിലായി. ഓക്കെ ഓക്കെ. അല്ല അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്.
അല്ല, വായിക്കാൻ പറ്റുമ്പോൾ കണ്ടല്ലോ ഇപ്പം നമ്മള്. വായിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായല്ലോ. നോക്കൂ, ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ മോനാണോ അത്? അതെ. ആ കുട്ടിക്ക് അറിയില്ല, ഒന്ന് മനസ്സിലാക്കും. ഞാൻ പറയുന്നത് മനസ്സിലാക്കും. ആ കുഞ്ഞിനെ അറിഞ്ഞുകൂടാ, ആ കുഞ്ഞാണ്, ആ കുഞ്ഞിനെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് പിന്നെ ബ്രെയിൻ വേവ്സ് ആണോ കണ്ണുകൊണ്ടാണോ കാണുന്നത് അറിഞ്ഞുകൂടാ. നമ്മൾ കണ്ണുകൊണ്ടല്ലാതെ കാണാനുള്ളൊരു സംവിധാനം ഇല്ല. ഇത് നോക്കൂ, ഞാൻ പറയട്ടെ, ആ കുഞ്ഞിനെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. നാളെ ആ കുഞ്ഞ് എന്തായി തീരും, നമുക്ക് ആ കുഞ്ഞിനോട് സത്യം പറയൂ, കുഞ്ഞിനോട് സത്യം പറയൂ, സത്യം പറയാൻ പഠിപ്പിക്കൂ. നല്ല പറയട്ടെ. ഇതാണ് പാരന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയൂ. മൈക്ക് വേണോ? കുട്ടികളുടെ മൈൻഡിൽ ഒരു ഇന്നർ ഫീലിംഗ് വന്നത് ഇത് എല്ലോ ആണ്. അപ്പൊ അങ്ങനെയാണ് ഈ കുട്ടികൾ എല്ലോ അതെന്താണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 5 സെൻസിങ് ഓർഗൻസ് ഉള്ളത്. ഒന്ന് കണ്ണ്, മൂക്ക്, നാക്ക്, സ്കിന്ന്, ചെവി. അപ്പൊ നമ്മൾ കണ്ണ് കെട്ടി വെച്ചിരിക്കുമ്പോൾ ബാക്കിയുള്ള ഓർഗൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഈ പുസ്തകം ഇങ്ങനെ മൂക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഇതിന്റെ 12ാമത്തെ പേജ് ഈ കുട്ടി വായിച്ചില്ല. എന്തുകൊണ്ട്? അതങ്ങനെ പറ്റൂല. ഞാൻ പറഞ്ഞുതരാം. ഈ പലരും തെറ്റിദ്ധാരണമായിട്ട് ഈ പ്രോഗ്രാം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കണ്ട വെള്ളത്തിന്റെ മേൽക്കൂടെ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. മനസ്സിലായി? ഇപ്പൊ ഇതിന്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഒരു മ്യൂസിക് സിസ്റ്റം കൊണ്ടിട്ട് ആക്ടിവേറ്റ് ആയിട്ട് ഇവരെ റൈറ്റ് ബ്രെയിൻ, ഇപ്പൊ എല്ലാ ആൾക്കാരും ലെഫ്റ്റ് ബ്രെയിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ഇടപെട്ടോട്ടെ, എല്ലാവരുടെ അനുവാദത്തോടെ ഇടപെട്ടോട്ടെ. ഇപ്പൊ ഇവിടെ പിന്നെ മുതുകാട് സാറ് മാജിക്കിന്റെ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിച്ചത്. ഇവിടെ ഞാനിരിക്കുന്ന കാര്യം, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ വളരെ ദുരൂഹമായ ഒരു കാലഘട്ടത്തിലൊന്നുമല്ല. ശാസ്ത്രം അതിന്റെ പൂർണ്ണമായ വെളിച്ചം വീശി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ഈ മിഡ് ബ്രെയിൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെയേറെ സൂക്ഷിച്ചു വേണം. പണ്ടായിരുന്നെങ്കിൽ മിഡ് ബ്രെയിൻ എന്നോ പോൺസ് എന്നോ മെഡുല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കും സാധാരണ ജനം. ഇന്ന് സാധാരണ ആളുകൾക്ക് വരെ ഇത് അറിയാം. കാരണമെന്ന് വെച്ചാൽ ഇന്ന് ഇതിനെക്കുറിച്ച് വളരെ നന്നായി പഠനം നടത്തി. മുമ്പ് മിഡ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ എന്തോ ഒരു സംഗതി, ഒരു വലിയ സംഭവമാണ്. ഇന്നതല്ല. മാർക്കോപോളോ ഓഫ് ന്യൂറോ സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന വിളയന്നൂർ എസ് രാമചന്ദ്രൻ ജനിച്ച നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ തമിഴ്നാട്ടുകാരനാണ്, നമ്മുടെ ഇന്ത്യയിൽ ജനിച്ച ആളാണ്. അദ്ദേഹമാണ് മിഡ് ബ്രെയിനിനെ കുറിച്ചായാലും മിറർ ന്യൂറോണുകളെ കുറിച്ചായാലും വളരെ ഗംഭീരമായ പഠനങ്ങൾ നടത്തുകയും ശാസ്ത്രീയമായി അതിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഇവർ ചെയ്യുന്നത് മാജിക്കിനെ മാത്രം ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ മാജിക്കിനെ മാത്രം തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല, വൈദ്യശാസ്ത്രത്തെ, അസാധാരണമായ രീതിയിൽ ശാസ്ത്രീയമായി വളർന്നുകൊണ്ടിരിക്കുന്ന ന്യൂറോ സയൻസിനെ, വളരെ വ്യക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന മനഃശാസ്ത്രത്തെ എല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കോസ്മിക് എനർജി, മിഡ് ബ്രെയിൻ, വേറെ എന്തൊക്കെയോ പദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് സെൻസ് ഓർഗൻസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുമെന്ന്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഓട്ടിസത്തെ എത്ര നന്നായിട്ട് ഇവർക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താം, ലേണിംഗ് ഡിസബിലിറ്റി ഇവർക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താം, ഇവിടെ സെറിബ്രൽ പാൾസി ചികിത്സിച്ച് ഭേദപ്പെടുത്താം. അങ്ങനെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇവർക്ക് ഈ ഓട്ടിസത്തെയോ സെറിബ്രൽ പാൾസിയോ ഒക്കെ ഈ മിഡ് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഭേദപ്പെടുത്തി എടുക്കുമെങ്കിൽ ഒരു 100 ഓട്ടിസ്റ്റുകളെ ഭേദപ്പെടുത്തി എടുക്കാൻ എൻ്റെ കുടുംബം, എൻ്റെ കുടുംബ സ്വത്തുക്കൾ, ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം വിറ്റ് 20,000 എത്ര കിട്ടുമോ ഞാനിത് ഇവർക്ക് കൊടുക്കാം. ഇവർ ഈ പാവം കുട്ടികളുടെ ഓട്ടിസമോ എല്ലാം ഒന്ന് മിഡ് ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് എന്ത് ചെയ്തു തന്നാൽ മതി, ഒന്ന് ശരിയാക്കി തന്നാൽ മതി എന്നാണ് നമ്മൾ ഒറ്റ കാര്യം കൂടി പറയുന്നത്. ഇതിനകത്ത് താങ്കളെ പോലെയുള്ള മാതാപിതാക്കൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് നിങ്ങളുടെ കയ്യിൻ്റെ വിരലുകൊണ്ട് കുട്ടിയുടെ കണ്ണ് പൊത്തി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ബ്ലൈൻഡ് ഫോൾഡ് ഒന്നും ചെയ്യേണ്ട, വെറും കണ്ണ് പൊത്തി കഴിഞ്ഞിട്ട് വിടവില്ലാതെ കണ്ണ് പൊത്തി കഴിഞ്ഞ ശേഷം ആ കുട്ടിക്ക് ഏതെങ്കിലും നിറമോ ഏതെങ്കിലും സാധനങ്ങളോ തിരിച്ചറിയാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മളോട് പറയും. നോക്കൂ സുഹൃത്തെ, 40 കൊല്ലമായി ഞാൻ മാജിക്കിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്, 40 കൊല്ലമായി ഈ സാധനം കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇതേ സാധനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന മാജിക്ക് നമുക്കറിയാം. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നിരിക്കുന്നത്? യെസ്, തീർച്ചയായിട്ടും ഞാൻ ഈ സമൂഹത്തോട് മുഴുവനുള്ള ബഹുമാനം കൊണ്ടാണ് പറയുന്നത്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഈ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഈ പ്രോഗ്രാം എന്ന്
ഞാൻ ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് 2 ദിവസം കൊണ്ട് പഠിച്ചു. ഇതിന്റെ പറയട്ടെ ചേട്ടാ, ഒരു കാര്യം, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ സാർ കുട്ടികളെ സ്നേഹിക്കുന്ന ഒരാൾ, ഞാൻ ഒരുപാട് കുട്ടികൾക്ക് കൗൺസിലിങ്ങും ക്ലാസ്സും കൊടുക്കുന്ന ഒരാൾ. ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നത്, നമുക്ക് ഏത് ഒരു സമൂഹത്തോട് നമുക്ക് എന്ത് കാര്യവും പറയാം, വേണമെങ്കിൽ കള്ളം പറയാം, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ തരത്തിൽ എന്ത് കള്ളം വേണേ പറഞ്ഞോളൂ. പക്ഷേ സ്വന്തം കുട്ടിയെ പോലും ഇത്തരത്തിൽ പരീക്ഷണത്തിന് വിധേയമാക്കരുത് എന്നൊരു മനഃശാസ്ത്രജ്ഞന്റെ അഭ്യർത്ഥനയാണ്. അതൊരു വാദമായിട്ടൊന്നും ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ. ഇത് മാജിക് ആണ്. മാജിക് ആയിട്ട് തന്നെ ചെയ്യൂ, സന്തോഷമാണ്. ഈ വേൾഡിൽ വർഷങ്ങളായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കൂടി പറയാം, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ഇടപെട്ടിട്ടില്ല ഇതുവരെ, ഞാനൊന്നും പറഞ്ഞില്ല. ഇതുപോലെ ഇരിക്കാനുള്ള കാരണം മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ, ഒറ്റ വിഷയമുള്ളൂ, നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ 6 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ദ്രോഹിക്കപ്പെടുന്ന സമയത്ത് ആ കുട്ടിക്ക് അറിയുന്നില്ല. ആ കുട്ടിയോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് കുട്ടി പഠിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ മിഡ് ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ആ കുട്ടിക്ക് അറിയില്ല, കുട്ടി കണ്ണുകൊണ്ടാണ് കാണുന്നത്, വിശ്വസിച്ചു പോകും. നാളെ അത് കള്ളം പറയുവാനുള്ള, അല്ലെങ്കിൽ നാളെ ഇത് ഏതെങ്കിലും, ഇപ്പൊ നോക്കൂ, ഞാൻ ഒരു കാര്യം പറയട്ടെ, സാറ് ചന്ദ്രസേന സാർ ആ കാർഡ് കുട്ടിക്ക് കാണാൻ പറ്റാതെ തിരിച്ചു വെച്ചപ്പോ ആ കുട്ടിയുടെ മുഖത്തുണ്ടായ ഒരു ഇതുണ്ടോ, എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ? മാനസിക രോഗിയായി മാറും കുഞ്ഞുങ്ങൾ. ശരി, ഈ ബ്ലൈൻഡ് ഫോൾഡിങ് അല്ലാതെ നിങ്ങൾ കണ്ണ് കെട്ടിയിട്ട് ഇവിടെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിച്ചു തരുമെങ്കിൽ, ഇതിലിരിക്കുന്ന ആരെയെങ്കിലും കണ്ണ് കൈ കൊണ്ട് പൂർണ്ണമായും പൊത്തിപ്പിടിച്ചിട്ട് ഇവരെ മിഡ് ബ്രെയിനെ നിങ്ങൾ 1 സെക്കൻഡ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാർഡിന്റെയോ മറ്റോ ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ പ്ലീസ്. എന്ത് ബ്രെയിൻ? നിങ്ങളൊരു മനഃശാസ്ത്രജ്ഞനോടാണ് സംസാരിക്കുന്നത്. എന്ത് ബ്രെയിൻ എക്സർസൈസ് ആണ്? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരെന്താണ്? നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരെന്താ? എവിടെയാണത്? കൊല്ലത്തെവിടെ? കൊല്ലത്തുനിന്ന് ഈ നിങ്ങൾ ഉടനെ എത്തി അവിടെ? നന്നായി പ്രൂഫ് ആയില്ലേ? നല്ലൊരു തെളിവായില്ലേ സാർ? അങ്ങനെയാണ് കാണാൻ. മോന്റെ പേരെന്താ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോദിപേട്ട. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. സ്വാഭാവികമായും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, അതായത് 8 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇതിങ്ങനെ വായിക്കാൻ കഴിയും അല്ലെങ്കിൽ തൊട്ടറിയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇത് മാജിക് ആയിട്ട് കാണാനേ സാധ്യതയില്ല. ആ കുട്ടി സ്വാഭാവികമായിട്ട് എന്ത് തന്നെ വിചാരിക്കും, തൻ്റെ ഒരു എന്തെന്ന് പറയാം, അതീന്ദ്രിയ സിദ്ധി എന്നാണല്ലോ അവർ പറയുന്നത്. ഒരു അതീന്ദ്രിയ സിദ്ധിയായിട്ട് വിചാരിക്കാനാണ് സാധ്യത, ഇല്ലേ? ഇത് കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഈ അതീന്ദ്രിയ സിദ്ധി അല്ല എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുമ്പോൾ 2 കാര്യങ്ങളെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഒന്നുകിൽ ആ കുട്ടിക്ക് കുറ്റബോധം ഉണ്ടാവും, അതല്ലെങ്കിൽ ആ കുട്ടി ഏത് കള്ളവും, കാരണം സ്വന്തം പാരൻസ് ഇതിന് പ്രേരിപ്പിക്കുമ്പോൾ, ഏതോ ഗുരുക്കന്മാരെന്നും സിദ്ധിയുള്ള ഋഷീശ്വരന്മാരെല്ലാം ഇതിന് പ്രേരിപ്പിക്കുമ്പോൾ തനിക്ക് എന്ത് കള്ളത്തരവും ആരുടെ മുമ്പിലും ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൂടെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കഷ്ടം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് അക്കാഡമിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ആഭ്യന്തരമന്ത്രിക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു റിക്വസ്റ്റ് ഇന്ന് കൊടുക്കുകയാണ്. ഇത്തരം തട്ടിപ്പുകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് ആഭ്യന്തരമന്ത്രിക്ക് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നുണ്ട്, മാജിക് അക്കാദമി സമർപ്പിക്കുന്നുണ്ട്.
ഞാൻ മീഡിയയോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ ശക്തമായിട്ട് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തണം, ശക്തമായ ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി കഴിഞ്ഞ ശേഷം ഇത് 100% തട്ടിപ്പ് കേന്ദ്രങ്ങളാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഒരു വലിയ ലോബിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, വലിയൊരു ലോബിയാണ്. അതുകൊണ്ട് പുറത്ത് കൊണ്ടുവരാൻ ഇത്തിരി പാടായിരിക്കും. ആ സംഗതി പുറത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. അതല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് ക്രിമിനൽസും അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഡിപ്രഷൻ വന്നിട്ടുള്ള കുട്ടികളും നാളെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് നമുക്കിതിനകത്തുള്ള താല്പര്യം. പിന്നെ മാജിക് ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പേരിലും ഞാൻ വീണ്ടും പറയുന്നു, നാളെ ചിലപ്പോൾ ഇത് റിവീൽ ചെയ്തതിൻ്റെ പേരിൽ മറ്റ് മജീഷ്യൻസ് എന്നെ ആക്രമിച്ചേക്കാം. പക്ഷേ എനിക്ക് മാജിക്കിൻ്റെ ചെറിയ സൂത്രപ്പണിയേക്കാൾ കൂടുതൽ വലുത് ഞാൻ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളാണെന്നതിൻ്റെ പേരിൽ മാത്രം, എൻ്റെ ഒരു ആത്മാർത്ഥം കൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ചു കൂട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അതാണ് മനസ്സിലാക്കുന്നത്. അതെ അതെ. 6 മാസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ വന്നത് എൻ്റെ പേര് ബാലു കിരിയത്ത്, ഞാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണു, സമൂഹത്തിൽ മാന്യതയുള്ളൊരു വ്യക്തിയാണ്. എന്താണെന്ന് ചോദിച്ചു. ഇന്തോനേഷ്യയിൽ മിഡ് ബ്രെയിൻ ആക്ടിവൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ അത് ഏഷ്യയിൽ പ്രചാരണം നടത്താൻ ഇന്തോനേഷ്യയിൽ നിന്ന് പ്രഭാവം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രാഞ്ചൈസ് കിട്ടും, അതിൻ്റെ എക്യുപ്മെൻസും CD-യും എല്ലാം കിട്ടും. പിന്നെ ഒരു 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവിടെ ചെന്ന് ട്രെയിനിങ് കിട്ടും. ഞാൻ ചോദിച്ചു ഇതെന്താണ് സംഭവം? ഇതെന്താണെന്ന് വെച്ചാൽ സ്കൂളുകളിൽ ചെന്നിട്ട് പഞ്ചസാര എടുത്ത് കാണിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കും, കണ്ണ് കെട്ടിയിട്ട് അവൾ നാക്കിങ്ങനെ നീട്ടിയിട്ട് മധുരമാണെന്ന് പറയും, ഉപ്പാണെന്ന് പറയും, പിന്നെ കാർഡ് കാണിച്ചാൽ കാർഡ് കാണിക്കും. ഞാൻ പറഞ്ഞു ഇത് മാജിക് അല്ലേ? ഇത് ഞാൻ ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിൻ്റെ മാജിക് പ്ലാനറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ സ്ട്രീറ്റ് മജീഷ്യൻസ് ചെന്ന് കയറുന്ന നേരത്തെ സ്ട്രീറ്റ് മജീഷ്യൻസ് ഇരിക്കുന്നു. അവർ കുട്ടിയെ കൊണ്ട് കെട്ടിച്ചിട്ട് കാണിക്കുന്ന ഏർപ്പാടാണ്, ഇത് തട്ടിപ്പാണ്. അതല്ല, ഇതിനകത്ത് സാറ് വിചാരിക്കുന്നത് അറിയാമോ, ഇത് എല്ലാ അമ്മമാർക്കും എല്ലാ പേരൻസിനും കുട്ടി വലുതാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇത് കാണിക്കുമ്പോൾ 25,000 രൂപ ഓട്ടോറിക്ഷ ഡ്രൈവർ പോലും എൻ്റെ കുട്ടിയെ IAS കാരനാക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുക. അതിനെ ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇതേവരെ ഇന്ത്യയിൽ 8,000 കോടി രൂപ ഇതിന് അകത്ത് ഈ ബിസിനസ്സിൽ വീട് കഴിഞ്ഞു, റൊട്ടേഷൻ ആയി കഴിഞ്ഞു. ഇറ്റ്സ് എ ബിഗ് ബിസിനസ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാൻ വേണ്ടാന്ന് ഉപദേശിച്ച് ആരെങ്കിലും തൃശ്ശൂർ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എറണാകുളത്തെ എല്ലാ സ്കൂളുകളിലും ഈ തട്ടിപ്പ് സംഘം ചെന്നിട്ട് കാണിക്കുകയും പേരൻസ് ഇതിൽ വീഴുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഡോക്ടർ മധുജൻ എന്നോട് പറഞ്ഞു, പിൽക്കാലത്ത് കുട്ടികൾക്ക് മാനസിക രോഗം വരാൻ പോലും ഇത് കാരണം ചെയ്യുമെന്ന് പറയുകയുണ്ടായി. ഒരു വെബ്സൈറ്റ് എഴുതിയെടുക്കണം. ഇദ്ദേഹം ഇപ്പോൾ വന്ന് പറഞ്ഞിട്ട് പോയ ആൾ മുഴുവൻ കള്ളത്തരമാണ് പറഞ്ഞതെന്നുള്ളതിന് www. www.midbrainfranchise.com 20,000 രൂപ ഫീസാണെന്നും കണ്ണ് കെട്ടിയിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് അവർ കാണിക്കും. അത് മാത്രം നോക്കിയാൽ മതി, തട്ടിപ്പാണെന്ന് മനസ്സിലാവും. അത് നല്ല ചോദ്യം. അത് ഈ വീഡിയോയിലുണ്ട്. അത് ചോദിച്ചു നമ്മൾ. അങ്ങനെയാണെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞവർ. അത് അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ ശേഷം സമയം എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അതെ, അതാണ് അവർ പറയുന്നത്. അതിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ്, വൈദ്യശാസ്ത്രത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. അത് നോക്കൂ, അവർ പറയുന്ന അവരുടെ ഈ കിഷോർലാൽ എന്ന് പറയുന്ന ആൾക്ക് ലെവിറ്റേറ്റ് ചെയ്തിട്ട് അന്തരീക്ഷത്തിൽ ഇരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ 40 വർഷമായി മാജിക്കിൻ്റെ രംഗത്ത് നിൽക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഒരു ഉപകരണമില്ലാതെ ലെവിറ്റേറ്റ് ചെയ്യാൻ ഒരു രക്ഷയില്ല. അതിന് ഞങ്ങൾ മാജിക്കിൻ്റെ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ എക്യുപ്മെൻറ്റാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കണ്ണിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്. അല്ലാതെ വെറുതെ അന്തരീക്ഷത്തിലിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. നെവർ ഞാൻ ബൈ എക്സ്പീരിയൻസ് പറയുകയാണ്, ഒരിക്കലും സാധ്യമല്ല. അതെ, അപ്പൊ എന്താണ് ഇതിലൊരു വ്യത്യാസം? അപ്പൊ എന്തുകൊണ്ട് അത് പറ്റില്ല അല്ലെങ്കിൽ അത് ശ്രമിക്കണം, 6-7 മാസം വേണ്ടി വരും എന്നൊക്കെ പറയുന്നു. ബ്രെയിൻ ആണെങ്കിൽ മിഡ് ബ്രെയിനും എല്ലാവർക്കും ഏതാണ്ട് ഒരുപോലെ അല്ലേ? അപ്പൊ ബ്ലൈൻഡ് ആയ കുട്ടിക്ക് 6-7 മാസം വേണമെന്നും കാണാൻ കഴിയുന്ന കുട്ടിയെ 2 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഉണ്ട് എന്തെന്ന് പറയുന്നത് ഈ വ്യാജ പ്രചാരണം എന്ന് പറയുന്നത്. അത്രമാത്രം അബദ്ധങ്ങളാണ്. പക്ഷെ ഇപ്പൊ സാർ പറഞ്ഞതുപോലെ എന്റെ കുട്ടി എങ്ങനെയെങ്കിലും ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്ത് ഏറ്റവും നല്ല ടോപ്പായി എത്തണമെന്ന് ഏത് പാരന്റും ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യപ്പെട്ടു പോകും? ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീണു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് ഒരിക്കലും തന്നെ ബ്രെയിനിന്റെ എല്ലാ സയന്റിഫിക് ആയ കാര്യങ്ങൾ എന്താണെന്ന് സാർ ആ ഇന്റർവ്യൂവിൽ ചോദിച്ചു.
അത് മിഡ് ബ്രെയിൻ ആണ്. പിന്നെ ആർഷഭാരതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യും? ഇതിന്റെ ന്യൂറോണുകളാണോ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്? ന്യൂറോണുകൾ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു? ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണോ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, പണ്ട് അന്ധവിശ്വാസം വിദ്യാഭ്യാസം ഇല്ലാത്തവരിലായിരുന്നുവെങ്കിൽ ഇന്ന് അന്ധവിശ്വാസം വിദ്യാഭ്യാസം ഉള്ളവരുടെ മേഖലയിലേക്ക് ശാസ്ത്രത്തിന് പിൻബലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കപടശാസ്ത്രം അവതരിപ്പിച്ചാണ് വരുന്നത്. ഇത് വലിയ അപകടമാണ്. ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അപൂർവം ചില ഈ ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുകയും കള്ളത്തരം പറഞ്ഞുകൊണ്ട് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പൈസ തട്ടിക്കലല്ല, പൈസ തട്ടിക്കൽ ഒരു വശത്ത്. പക്ഷേ ഈ കുട്ടിയിലുണ്ടാകുന്ന മാനസിക വേദന ഒരു തലമുറയിൽ ഇത് ആയിരക്കണക്കിന്, ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ 3 യൂണിറ്റുകളുണ്ട്, 3 വിഭാഗങ്ങളുണ്ട്. ഇവരുടെ ബ്രാഞ്ചുകൾ ഇങ്ങനെ, അതിലൊരു ബ്രാഞ്ച് പേരൂർക്കടയുള്ളൊരു ബ്രാഞ്ച് എലോബറേറ്റ് ചെയ്ത് കഴക്കൂട്ടത്ത് കാര്യവട്ടത്ത് ഉദ്ഘാടനം ചെയ്യാനാണ് മുതുകാട് സാറിനെ ക്ഷണിച്ചത്. എന്തിന് മുതുകാട് സാറിനെ ക്ഷണിക്കണം? മുതുകാട് സാർ കുട്ടികളുമായി ഇൻറ്ററാക്ട് ചെയ്യുന്ന ആളാണെന്നും അത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തത്. ഇതിലൊരു മാർക്കറ്റിംഗ് ഉണ്ട്. കുട്ടികളെ, സമൂഹത്തെ, വരും തലമുറയെ വഴിതെറ്റിക്കലാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ അപകടം വളരെ വലുതാണ്. ഗവൺമെൻറ് വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതൊരു ക്രിമിനൽ കുറ്റമായി കണ്ടുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ പൂട്ടണമെന്നും ഇത് നടത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് മരണം. കാരണം നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഹരിയാനയെ മോഡലാക്കിക്കൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതിന് തയ്യാറാകണമെന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ മാജിക് അക്കാഡമിക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് തന്നെ കൈമാറും. പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ ഇതിന് വേണ്ടത്ര പ്രചാരം നമ്മൾ കൊടുത്തില്ല എങ്കിൽ ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് സമൂഹത്തിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാവപ്പെട്ട കുട്ടികളെ തികച്ചും ബുദ്ധി ഇല്ലാത്തവരാക്കി മാറ്റുന്നൊരു പരിപാടിയാണിത്. മാജിക് ഉപയോഗിച്ചുകൊണ്ട് അമാനുഷികത പറയുന്നു എന്ന് പറയുന്നത് വലിയ അപകടകരമാണ്. എന്നെ സമീപിച്ചത് ഫോണിൽ ഒരുപാട് തവണ വിളിച്ചിരുന്നു. എന്നെ സമീപിച്ചത് മിനിഞ്ഞാന്നാണ് സയൻറ്റിസ്റ്റ് വന്നത്. അതിൻ്റെ തലേ ദിവസമാണ് എന്നെ വിളിച്ചത്. അതായത് ഇന്ന് മൺഡേ, സൺഡേ, സാറ്റർഡേ, ഫ്രൈഡേ ആണ് എൻ്റെ നേരിട്ട് വരുന്നത്. ഫ്രൈഡേ വരുന്നതിന് മുമ്പ് ഒരു നിമിത്തം പോലെയാണ് എനിക്ക് ആരോ ഒരാൾ ഒരു ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചത്, ഇങ്ങനെ ഒരു ബ്രെയിൻ മോട്ടിവേഷൻ്റെ തട്ടിപ്പ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ബ്രെയിൻ മോട്ടിവേഷൻ ഞാൻ കേട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല അതിനെ പറ്റി. അവര് പറഞ്ഞതാ. കോസ്മിക് എനർജി, മിഡ് ബ്രെയിൻ, നമ്മുടെ ശരീരത്തിലെ ഓരോരോ സ്ട്രോക്കുകൾ, ആ സ്ട്രോക്കുകൾ സ്കിന്ന് വഴി, ഐസ് വഴി സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. അവര് വേറൊരു കാര്യം പറഞ്ഞത് ഫ്ലിപ്പ് റീഡിങ്ങിന് അവർ പറയുന്ന എക്സാമ്പിൾ വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ ഫ്ലിപ്പ് റീഡിങ്ങിലൂടെ വായിച്ചത് സാറിന് അറിയാമല്ലോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു സ്പീഡ് റീഡിങ് കേട്ടിട്ടുണ്ട്, ഫ്ലിപ്പ് റീഡിങ് കേട്ടില്ല. ഫ്ലിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ബുക്ക് തുറക്കണ്ട, ബുക്ക് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വായിച്ചു. കംപ്ലീറ്റ് എന്ത് എളുപ്പം. പിന്നെ പിന്നിൽ വെച്ചുകൊണ്ട്, പുസ്തകം ഇങ്ങനെ പിന്നിൽ വെച്ചുകൊണ്ട് വായിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിക്ക് വായിക്കാൻ പറ്റും എന്ന് പറയുന്നു. ഇതുവരെ എല്ലാവരും ഉപയോഗിക്കുന്ന അവരുടെ മക്കളെയാണെന്നാണ്. മലയാളികളോട് അവരുടെ സ്വന്തം മക്കളെയാണ് മാർക്കറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നത്. അതായത് ഭിക്ഷക്കാർ പിള്ളേരെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കുന്ന രീതി, ഭിക്ഷക്കാരൻ്റെ കാട്ടിയും വില കുറഞ്ഞ തന്ത്രമാണ്. സ്വന്തം മക്കളെയാണ് ഇവർ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഈ മാജിക്കിൻ്റെ എക്യുപ്മെൻറ്റ്, മാജിക് എനിക്ക് അറിയില്ലായിരുന്നെങ്കിൽ, ഞാനൊരു മജീഷ്യൻ അല്ലായിരുന്നെങ്കിൽ നമ്മൾ അന്തം വിട്ടു പോകും. കാരണം ഒരു കാർഡ് എടുക്കുന്നു, മണപ്പിക്കുന്നു, കളർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ തമ്പ് വേണം എന്ന് പറയുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. തമ്പിൽ കൊടുക്കും എന്ന് പറഞ്ഞ കേട്ടല്ലോ അല്ലേ? ആ തമ്പിൽ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മറച്ചു വെച്ച് തമ്പിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ ആ കുട്ടി വെപ്രാളപ്പെട്ടു. കാരണം കുട്ടിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ തമ്പ് വേണമെന്ന് പറയുന്നത് ഒരു മജീഷ്യൻ അറിയാം. തമ്പ് എന്തിനാണ് ഇതിനെ ഇങ്ങനെ ഒന്ന് മറിയാം. അത് കണ്ണിൽ കിട്ടാത്ത അത്രയും സമയം ആ കുട്ടിയുടെ മുഖത്തുണ്ടായ ആ പരവേശം എല്ലാം അന്ന് അവിടുന്ന് രണ്ടാമത് ഈ സ്ട്രോക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ആ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ മണപ്പിക്കുകയാണ്, സ്മെല്ല് വെച്ച് പറയാം. സ്മെല്ല് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇതിൽ കാണുന്നില്ലെങ്കിൽ, കാർഡ് എടുക്കുന്നു, ഇതിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്മെല്ലാണ്. സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ താഴെയാണ്, കണ്ണിൻ്റെ നേരെ താഴെയല്ലേ സ്മെല്ല്. ഇതിനെടുക്കുക സുഖമായിട്ട് കാണാൻ പറ്റും. ചെവിയാണെങ്കിൽ ഇതിലൂടെയാണ് പോകുന്നത്. ഇതെല്ലാം ഡൗൺ വിഷൻ. ഓൾട്ടർനേറ്റീവ് വിഷനാണ് അവരുടെ കാഴ്ചപ്പാട്. അവരുടെ ഓൾട്ടർനേറ്റീവ് വിഷൻ എന്നാണ്. ഈ സാധനങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ്, പ്രീകോൺഷ്യസ് മൈൻഡ്, പ്രീകോൺഷ്യസ് മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിരുന്നു. ഇന്നെന്ത് ചെയ്തു? മിഡ് ബ്രെയിൻ. ഇത് മിഡ് ബ്രെയിൻ ആയി. ഇന്നിപ്പോ മിഡ് ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. അത് പറഞ്ഞു കൊടുക്കണം. മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലെഫ്റ്റ് റൈറ്റ് രണ്ടുണ്ടല്ലോ, അതിനെ താങ്ങി നിർത്തുന്ന സ്റ്റെമ്മാണ്. എൻ്റെ പേര് ബ്രെയിൻ സ്റ്റെം എന്നാണ്, തണ്ടാണ്.
അതായത് 2 ഇതളുള്ള പൂവാണെങ്കിൽ ഇതിപ്പോൾ ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും അതിനെ നിർത്തുന്ന ഒരു തണ്ടാണ് ഇത്. ആദിമകാലത്ത് അത് വളരെ വലുതായിരുന്നു. ഇങ്ങനെ വന്ന് പരിണാമം വന്ന് കുതിരയിലെത്തുമ്പോൾ അത് വളരെ ചെറുതായി, മനുഷ്യരിലെത്തിയപ്പോൾ വളരെ വളരെ ചെറുതാണ്. ഈ മിഡ് ബ്രെയിൻ ഒഴിവാക്കലാണ് ഇപ്പോൾ സത്യത്തിൽ ചെയ്യുന്നത്. ശാസ്ത്രം പറയണത് അങ്ങനെയാണ്, മിഡ് ബ്രെയിൻ വേണ്ട എന്നുള്ളതാണ്. പിന്നെ എന്തായാലും വലിയ ടൈമിലൊന്നും ഇവർക്ക് പിടികിട്ടാത്ത നന്നായി. ഇനിയുണ്ട് ബ്രെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് 5 മിനിറ്റ് ഞാൻ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു തരാം ഉറപ്പായിട്ട്. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്താണ്? ആ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ ശരിക്കും സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലീപ്പ് കറക്റ്റ് ചെയ്യും. ആ സ്ലീപ്പ് കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും കൊണ്ടുവരാം. ആ കോൺസെൻട്രേഷനിലൂടെ നിങ്ങളുടെ അറ്റൻഷൻ ഡെവലപ്പ് ചെയ്താൽ ആ അറ്റൻഷൻ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സാധനങ്ങളും വായിക്കാനും എഴുതാനും പരീക്ഷ അനായാസേന 8 A+ നിന്ന് 10 A+ വാങ്ങിക്കാൻ ഈ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തെ മാത്രം ശരിയാക്കി എടുത്താൽ മതി. അതിന് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള ചില മാർഗ്ഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ 10 ടിപ്പുകളിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ടിപ്പുകളായിട്ട് ആദ്യം റബ്ബ് ചെയ്ത് വരിക, പിന്നെ ഈ 2 ടിപ്പുകൾ റബ്ബ് ചെയ്യുക, പിന്നെ ഈ 2 ടിപ്പുകൾ റബ്ബ് ചെയ്യുക, അതിനുശേഷം 10 ടിപ്പുകളും റബ്ബ് ചെയ്തുകൊണ്ട് പിന്നെ മെല്ലെ നിങ്ങൾ നിങ്ങളുടെ ശിരസിന്റെ മുകളിലേക്ക് കൈകൾ കൊണ്ടുവരിക. ഇനി കണ്ണടക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സാധിക്കും. വിശ്വസിച്ച് വരുന്നില്ല ഏതാണ്ട് പറയാനാണ്. ബ്ലൈൻഡ് ഫോൾഡ് ഈ സാധനമോ ഇല്ലല്ല, വലിയൊന്നുമില്ല. കാരണം മജീഷ്യൻസിനെ കിട്ടുള്ളൂ, സാധാരണ കിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ അവരെങ്ങനെയാണ് കളക്ട് ചെയ്യുന്ന അറിഞ്ഞൂടാ എനിക്ക്. സാധാരണ മജീഷ്യൻസ് യൂസ് ചെയ്യുന്നതാണ്. ബ്ലൈൻഡ് ഫോൾഡ് നമ്മൾ കാണിക്കുന്നത് ഇതാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഞാൻ മറ്റു മജീഷ്യൻസിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം അത് പറയേണ്ടി വന്നതിൻ്റെ പേരിൽ. കാരണം അത് പറഞ്ഞാലും നമ്മൾ മാജിക്കിനേക്കാൾ കൂടുതൽ, മാജിക് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, നമ്മുടെ ഒരു കല, ഒരു ഭാഗമാണ്. പക്ഷേ മറ്റെന്ന് പറഞ്ഞാൽ ജീവിതമാണ്, കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടി വന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന, രക്ഷിതാക്കളുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഈ വാർത്താ സമ്മേളനം അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെടണം. കാരണം വെച്ചാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ 2 മാസത്തിനകത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഗുജറാത്തിൽ തുടങ്ങിക്കഴിഞ്ഞു, ബോംബെ തുടങ്ങിക്കഴിഞ്ഞു. ഭയങ്കരമായിട്ട് മണി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ തട്ടിപ്പിന്റെ പേരിൽ. ഇന്ത്യ മുഴുവൻ നമ്മൾ പഠനത്തിൻ്റെതാണെങ്കിൽ ഇനി ചികിത്സാ തട്ടിപ്പുകൾ ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം എന്നാണ്. ഓജോ ബോർഡിലൂടെ ആത്മാവിനെ വരുത്തിയിട്ട് ഏത് ഡയബറ്റിക് അടക്കം ഏത് രോഗത്തെ അനായാസേന ചികിത്സിച്ച് ഭേദമാക്കുന്ന സംഗതിയായിരുന്നു. ആത്മാവ് ഉടൻ പഠന കാര്യത്തിലേക്ക് വരുമായിരിക്കും. സോ CD ഇവിടെ ഉണ്ട് കേട്ടോ, കംപ്ലീറ്റ് ഓഡിയോ CD ഉണ്ട്. സോ താങ്ക് യു സോ മച്ച്. വേണ്ട പ്രാധാന്യം കൊടുക്കുക. ഇതൊരു ഞാൻ പോവില്ല. ഐ ഡോണ്ട് നോ ഉണ്ടാവാം ഒരു പക്ഷേ. ഐ ഡോണ്ട് നോ. കാര്യവട്ടം